5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. നമുക്കറിയാം, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബെഥസ്ദ എന്ന കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന 38 വർഷം കൊണ്ട് കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെയാണ് നമ്മളവിടെ കാണുന്നത്. 1-2 വർഷമല്ല, 38 വർഷം കൊണ്ട് ആമേൻ ആ ബെഥസ്ദ എന്ന യെരുശലേമിനോട് ചേർന്ന്, പ്രൈസ് ദി ലോർഡ്, യെരുശലേമിനോട് ചേർന്ന് ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപവുമുണ്ട്. അപ്പോൾ ഇത് യെരുശലേമിനോട്, ആമേൻ. അപ്പോൾ ഇതെവിടെയുള്ളത്? യെരുശലേമിലാണ് ഈ ആലയം അല്ലെങ്കിൽ ഈ കുളം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 5 മണ്ഡപങ്ങളാൽ നിർമ്മിക്കപ്പെട്ടൊരു കുളം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ കുളങ്ങളുണ്ടാകും. ഏറിയാൽ ഒരു 3 ആമേൻ സ്ഥലങ്ങളുണ്ടാകും ഈ കുളത്തിലേക്ക് ഇറങ്ങുവാൻ. ആ 2 ഭാഗത്ത് കുളിക്കുവാനുള്ള സ്ഥലവും ഒരു ഭാഗത്ത് മൃഗങ്ങളെയൊക്കെ ഇറക്കുവാനുള്ള സ്ഥലവും. എന്നാൽ ഇതിന് 5 മണ്ഡപമുണ്ട്. ഇത് പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കുളത്തിനകത്ത് ചില സമയങ്ങളിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരും. ഈ കുളം കലക്കിയാൽ ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുളത്തിനകത്ത് ആദ്യം ആരാണോ ഇറങ്ങുന്നത് അവർക്ക് സൗഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഏറെ നാളുകളായി ഇതിനകത്ത് കിടക്കുന്ന ചില വ്യക്തികളുണ്ട്. 2 വർഷമായവരുണ്ടായിരിക്കാം, ചിലപ്പോൾ 5 വർഷമായവരുണ്ടായിരിക്കാം, ചില 10 വർഷമായവർ. ഇങ്ങനെ ഏറെ വർഷങ്ങളായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. ആമേൻ. നോക്കിക്കേ, അവന് ഒത്തിരി പരാതികൾ പറയുവാനുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലങ്ങളായിരുന്നു, ആമേൻ, എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അപ്പൊ നോക്കിയേ, ഒരു മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുവാനില്ല. നമുക്കറിയുന്ന പല വീടുകളിലും മാതാപിതാക്കൾ രോഗികളായി കിടക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവർക്കും സമയങ്ങളാ, ബിസിയാ. ആമേൻ. എന്നാൽ അത് ഈ കാലഘട്ടം നമ്മുടെ ഭവനങ്ങളിലകത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ. ഒത്തിരി പേർ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് കാണാൻ കഴിയും. വിവിധ രോഗങ്ങളാൽ കിടക്കുന്നവർ. ആമേൻ, സ്തോത്രം. ആമേൻ, BP കൂടിയിട്ട് ആമേൻ ശരീരത്തിൽ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന വ്യക്തികളുണ്ട്. ക്യാൻസറിൻ്റെ ആമേൻ അസുഖം ബാധിച്ച് ഭവനത്തിൽ കിടക്കുന്ന, ഡയാലിസിസ് കഴിഞ്ഞ് കിടക്കുന്ന ഒത്തിരി വ്യക്തികൾ പല ഭവനങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് അതല്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് ഒത്തിരി വർഷങ്ങളായി, ഏകദേശം 38 വർഷമായിട്ട് ആമേൻ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ആമേൻ സ്തോത്രം കാണാൻ വേണ്ടി മാത്രമാണ് യേശു അവിടെ വരുന്നത്, ഇവൻ്റെ പരാതികൾ കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. നോക്കി അവിടെ പറയുന്ന, രോഗി അവനോട്, യജമാനനെ, ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. അവൻ്റെ സങ്കടം പറയുന്നുണ്ടോ? സങ്കടം അവൻ ആ വന്ന മനുഷ്യനോട്, അവൻ ആരെന്ന് അറിയത്തില്ല. പക്ഷേ അവന് പറയാനുള്ളത്, ഈ കുളം കലങ്ങുമ്പോൾ, ദൂതൻ വന്ന് ഈ കുളത്തിലിറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്കാണ് സൗഖ്യം. എന്നെ ആർക്കും ആ കുളത്തിലേക്കൊന്ന് ആമേൻ ആക്കുവാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ അടുത്തിറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും വിട്ടുപോകും. ആമേൻ. 10 മാസം ചുമന്ന് വളർത്തിയ മാതാവ് തൻ്റെ കുഞ്ഞിന് വേണ്ടി നല്ല ഭാവിയെ ആഗ്രഹിച്ച മാതാവിന് ലാസ്റ്റ് കൊടുക്കുന്ന എന്താ? പ്രൈസ് ദി ലോർഡ്. ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ മാതാവിനെ നിസ്സാരമായി ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒത്തിരി മക്കൾ ഈ ഭൂപരപ്പിലുണ്ട്. നിങ്ങളല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, കുടുംബങ്ങളായി കഴിഞ്ഞാൽ
അമ്മയെ അപ്പനെ അറിയാത്ത തലമുറകളുള്ള ലോകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നല്ല ഭാവി മാത്രം ആഗ്രഹിക്കുന്ന, നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്നത് ഒത്തിരി കണ്ണുനീരാണ്. ഒരു സമയത്ത് മക്കൾ അമ്മയും അപ്പനും വരുന്നത് നോക്കി വഴിക്കണ്ണായിരിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ മക്കളെല്ലാം വളർന്നു വലുതായി അവർ ഓരോ നിലയിലേക്ക് എത്തുമ്പോൾ ആ മക്കളെ കാണാൻ വഴിക്കണ്ണുമായിരിക്കുന്ന അപ്പനെയും അമ്മയും നിങ്ങൾക്ക് ഓർക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ പരാതി ആരോട് പറയും? ആമേൻ. പരാതി കേൾക്കാൻ ഒരുവൻ, ആമേൻ, ഇന്ന് പകൽ നിന്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. നിന്റെ പരാതികൾ കേൾക്കുവാൻ, നിന്റെ ആവലാതികൾ കേൾക്കുവാൻ, നിന്റെ വിഷമങ്ങളൊന്ന് കണ്ടറിയുവാൻ, നിന്റെ വേദനകൾ, ആമേൻ, പങ്കുവയ്ക്കുവാൻ വേറെ ആരോടും ഷെയർ ചെയ്യാത്തൊരു മനുഷ്യൻ ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ കുഞ്ഞായിരുന്നപ്പോൾ നീ വഴിക്കണ്ണായി നോക്കിയിരുന്നു നിന്റെ അമ്മ ഇപ്പോൾ വരും, നിന്റെ അപ്പൻ ഇപ്പോൾ വരുമെന്ന് നോക്കിയിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞുപോയി. വഴിക്കണ്ണായിരുന്നു നോക്കിയിരുന്ന മക്കളെല്ലാം വലുതായി, കുടുംബങ്ങളായി, അവർക്ക് തലമുറകളായി, ജോലിയായി, വാഹനങ്ങളായി, ഭവനങ്ങളായി, സൗകര്യങ്ങളായപ്പോൾ അമ്മയെ പാടെ അങ്ങ് മറന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേരെ എനിക്കറിയാം, ഒത്തിരി പേരെ. നല്ല നല്ല വീടുകൾ വയ്ക്കുമ്പോൾ മാതാവിന് വേണ്ടി പ്രത്യേകിച്ചൊരു മുറി ഉണ്ടാക്കാത്ത ഒത്തിരി മക്കൾ ഇന്ന് പകലിൽ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാവിനെ സ്നേഹിക്കാത്ത തലമുറ ഏതെല്ലാം സ്ഥലത്ത് പോയാലും ഉയർച്ച പ്രാപിക്കുമെന്ന് കേട്ടാൽ വേദപുസ്തകത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആരുമില്ലാത്ത ഒരു മനുഷ്യൻ കിടപ്പുണ്ട് അവിടെ. ബെഥസ്ത എന്ന കുളത്തിന്റെ കരയിൽ കിടക്കുന്ന, ആരും ഒരു സഹായമില്ലാതെ കിടക്കുന്ന, ആമേൻ, സ്തോത്രം, ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. അവനെ തേടിയാണ് യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. യേശു കർത്താവ് ആ ഭാഗത്തേക്ക് വന്ന് ചോദിക്കുന്നൊരു ചോദ്യം നോക്കിക്കേ. യേശു അവനോട് എഴുന്നേറ്റ്, ആമേൻ, ഇത് അവൻ പറയുന്ന എല്ലാം യേശു കേട്ടു, കർത്താവ് കേട്ടു, അവൻ പറയുന്ന എല്ലാം കേട്ടു. ഇത് പകലിൽ സങ്കടങ്ങൾ പറയുന്ന അവൻ പറയുന്നതാണ്. എന്താ പറഞ്ഞ? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ, ആമേൻ, ആക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങി, ആമേൻ, സ്തോത്രം, ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്നും അങ്ങനെയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ മാതാവിനെ കൊണ്ടുപോകാത്ത എത്രയോ മക്കളുണ്ടല്ലേ? വണ്ടിയിൽ സൗകര്യമില്ല, അമ്മ വരണ്ട. വണ്ടിയിൽ സൗകര്യമില്ല, പപ്പ വരണ്ട. കാരണം രണ്ടുപേരും വാർദ്ധക്യത്തിലായി, അവരുടെ സൗന്ദര്യമെല്ലാം പോയി, മുഖമെല്ലാം വെളുത്തിരുന്ന മുഖമെല്ലാം കറുത്തു, തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങി, അവരല്ലാതെ ആകുന്ന ഒരു തലത്തിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവിൽ ഒരു ആലോചന പറയട്ടെ. തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന പിതാക്കന്മാരും മാതാക്കന്മാരും ഈ ഭൂപരപ്പിൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഒത്തിരി ഒത്തിരി. പക്ഷെ അവരുടെ നടുവിലൊന്നും വേദനകൾ ചോദിക്കുവാനോ അന്വേഷിച്ചറിയുവാനോ ആരും പോകാതിരിക്കുമ്പോൾ ഈ ബെഥസ്ത എന്ന കുളത്തിൻ്റെ കരയിൽ ഇറങ്ങിച്ചെന്ന് യേശു അവനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ നടുവിൽ, ആമേൻ, സ്തോത്രം, അവന് പറയാൻ ഇതേ ഉള്ളൂ, എനിക്ക് ആരുമില്ല എന്ന്. എന്തുകൊണ്ടാണ് 38 വർഷം കൊണ്ട് അവിടെ കിടന്ന രോഗി ഇങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, ഒത്തിരി രോഗികൾ ആ കുളത്തിൻ്റെ കരയിൽ കിടപ്പുണ്ട്. ഒത്തിരി രോഗികൾ, പല അസുഖത്താൽ ബാധിക്കപ്പെട്ട വ്യക്തികൾ ആ കുളത്തിൻ്റെ കരയിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് അതിന് 5 മണ്ഡപങ്ങളാണ്. ഓരോ മണ്ഡപത്തിനകത്ത് 100 കണക്കിന് ജനം കാണും. വരുന്നവർ സൗഖ്യമായി പോകുന്ന ഒരു കുളം. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും പോകുമായിരുന്നോ? ഇല്ല. എല്ലാവരും അത് രാവിലെ എണീറ്റ കുളത്തിലേക്ക് പോയേനെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പല ചർച്ചുകളുടെ പേര് ബെഥസ്ത, അല്ലെങ്കിൽ പല വീടുകളുടെ പേര് ബെഥസ്ത, ആമേൻ, എന്ന് ബെഥസ്ത എന്ന് പറഞ്ഞ സൗഖ്യമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ ബെഥസ്ത കുളത്തിനകത്ത് ഇറങ്ങിയ സൗഖ്യം. അപ്പോൾ ഇതുപോലെ പലരും ആമേൻ അങ്ങനെ പേരിടാറുണ്ട്. പേര് ഇട്ടിട്ട് കാര്യമില്ല.
നമുക്കറിയാം, ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു ഒത്തിരി ദൂതുകൾ അതിനകത്ത് കർത്താവ് തന്നെ അവിടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വേറെ ആരും അങ്ങനെ സ്തോത്രം ആ ഭാഗത്തേക്ക് വരാതിരിക്കുമ്പോൾ വന്നവരെല്ലാം അവരവരുടെ കൂടെ വരുന്ന രോഗികളെ കൂടെ വരുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അവരെല്ലാം സൗഖ്യമായി അവർ തിരിച്ചു മടങ്ങിപ്പോവുക. ഈ മനുഷ്യൻ മാത്രം അവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നത്? അവൻ ആരുമില്ല എടുത്തുകൊണ്ട് പോകാൻ. ഇന്നും ഒത്തിരി പേര് കിടപ്പുണ്ട് ഭവനതലങ്ങളിൽ. ആരും ഒരു ഫംഗ്ഷനും കൊണ്ടുപോകാത്ത ഒത്തിരി പേര്, നൂറുകണക്കിന് ജനം ഇന്നും അനേക വീടുകളിൽ കിടപ്പുണ്ട്, തടങ്കൽ പാറയായിട്ട്, അല്ലേ? ഹല്ലേലൂയ. അനേകർക്ക് ഒരു തടങ്കൽ പാറയായി കിടപ്പുണ്ട് ഇന്നും അനേക മാതാപിതാക്കൾ. പ്രൈസ് ദി ലോർഡ്. അവർ നോക്കുവാൻ ആരുമില്ലാത്ത ഘട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ചില വർഷങ്ങളായി കുളിക്കുവാൻ കഴിയാതെ, വസ്ത്രം മാറാൻ കഴിയാതെ ഒരു മാതാവ് ഒരു ഭവനത്തിന്റെ ഒറ്റമുറിക്കകത്ത് കിടന്നത്, ഇല്ലേ? കാരണം ഇന്നും അനേകർ അങ്ങനെ കിടപ്പുണ്ട്. തലമുടി ഒന്ന് ചീകാൻ കഴിയാതെ, കുളിക്കാൻ കഴിയാതെ, വസ്ത്രമൊന്ന് മാറി കൊടുക്കാൻ കഴിയാതെ, എല്ലാവരാലും വെറുക്കപ്പെട്ട എന്നാൽ സഹോദരങ്ങളുണ്ട്. ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ ഇന്നും ഈ ഭൂപരപ്പിലുണ്ട്. നോക്കിക്കേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറഞ്ഞെന്തെന്നറിയാമോ? യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കിടക്ക. ഇന്ന് പകലിൽ ദൈവം നിന്നോട് പറയുന്നത് നീ ചെയ്യാൻ തയ്യാറായാൽ സ്വർഗത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ ഇന്ന് പകൽക്കാലം നിന്റെ മധ്യ ഇറങ്ങിയിരിക്കും. ഉടനെ 9 വാക്യം വന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. വരേണ്ടവൻ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിടുതൽ ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. വരേണ്ടവൻ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മിനിസ്ട്രിയിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ ആത്മീക മണ്ഡലത്തിലേക്ക് വരേണ്ടവൻ നടന്നു വരികയാണ് നിന്റെ കുടുംബത്തിനകത്ത്. യേശു നടന്ന് ആ ബെഥസ്ത എന്ന കുളത്തിന്റെ കരയിലേക്ക് ഇറങ്ങി വന്നതുപോലെ യേശു നടന്ന് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് കയറുകയാണ്. യേശു പലപ്പോഴും നടന്നു നിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ സ്വീകരിപ്പാൻ കഴിയാതെ മാറി നിന്നില്ലേ? എന്നാൽ യേശു കർത്താവ് നിന്റെ കുടുംബത്തിനകത്ത് കാൽനടയായി കയറി വരികയാണ്. നിന്റെ വിഷയങ്ങൾ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷെ സ്വർഗം പറയുന്നു, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ ഒരുത്തൻ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചേ. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിലേക്ക് നടന്നു വരുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് നടന്നു വരുന്നു, എൻ്റെ തലമുറയുടെ ഭാവിയിലേക്ക് നടന്നു വരികയാ. കേവലം ഒരു വിഷയത്തിന് വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കരുത്. കേവലം ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഈ ദൈവത്തെ നീ ആശ്രയിക്കരുത്. കേവലം ഒരു കാര്യസാധ്യം കഴിഞ്ഞാൽ ഈ ദൈവത്തെ തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തള്ളിയതിനെ ദൈവശ്രേഷ്ഠമായി ഒരു മൂലക്കല്ലാക്കി തീർക്കും. അതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ. ഇന്ന് പകൽ ദൈവ പൈതലെ, നിന്നെയും എന്നെയും കാണുന്ന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിന്റെ മധ്യത്തിലുണ്ട്. ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആരും നിന്നെ സ്തോത്രം സ്നേഹിച്ചില്ലെങ്കിലും, സ്നേഹിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ നിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവിടെയും നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ഉണ്മയോടെ, നിഷ്കളങ്കതയോടെ കർത്താവിനെ സേവിപ്പാൻ നാം തയ്യാറാണെങ്കിൽ, ഇവിടെ പറയുകയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. സഹായമെന്ന് കരുതിയവർ ഒക്കെ അവർ ശത്രുക്കളായി തീർന്നു. എന്നാൽ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന നിന്റെ അടുത്ത് എൻ്റെ യേശു ഇറങ്ങി വരികയാ. അപ്പൊ നോക്കിക്കേ, അവിടെ ഒരു കൂട്ടം യഹൂദന്മാർ ഇറങ്ങി ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുന്നവനോട് ഇന്ന് ശബത്ത് ആകുന്നു. കണ്ടോ? അപ്പോ സൗഖ്യം കൊടുക്കാൻ കഴിയാത്തവൻ സൗഖ്യം അവന് കിട്ടിയപ്പോൾ
സൗഖ്യം ദൈവം ദാനമായി അവന് കൊടുത്തപ്പോൾ കുറെ പേരവിടെ എണീറ്റു. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. കുറ്റങ്ങൾ പറയാനും ഏഷണി കണ്ടുപിടിക്കാനൊക്കെ ജനം ഇറങ്ങിത്തിരിക്കും. പക്ഷെ നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെ ഇന്ന് പകൽക്കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ. ഇന്ന് പകൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവ പൈതലേ, ദൈവത്തിന് ഇന്ന് പകലിൽ സകലവും സാധ്യമാണ്. സകലവും സാധ്യമാണ്. കർത്താവിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്? ഒരു കാര്യവുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ഇന്ന് പകൽക്കാലം ആമേൻ യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു യഹൂദനായിരിക്കെ യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് പകലിൽ നിങ്ങളുടെ കാളയോ നിങ്ങളുടെ കഴുതയോ അവൻ കുളത്തിൽ വീണു കഴിഞ്ഞാൽ നിങ്ങൾ ശബത്തിൽ അതിനെ രക്ഷിക്കത്തില്ലയോ? കർത്താവ് എപ്പോഴും വളരെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലാണ് മറുപടി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം സാത്താൻ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കുക. ഉലകത്തിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യം യേശു അങ്ങോട്ട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനം കൊണ്ടും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്നേക്കാൾ വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കാൻ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി? നിന്റെ ജീവിതത്തിൽ എത്ര പേരിനി ആമേൻ സ്തോത്രം നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കിയാലും, നിന്നെ ചവിട്ടി അരയ്ക്കാൻ നോക്കിയാലും, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും, നിന്നെ കുറ്റപ്പെടുത്തിയാലും, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ്. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തെ അല്ലേ നമ്മൾ ആരാധിക്കുന്നേ? ആമേൻ. ഇത്ര വലിയ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു മിറക്കൽ ദൈവം തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ചവിട്ടി തേച്ചവരുടെ നടുവിൽ നിന്നെ ഉന്നതിയിലെത്തിക്കുന്നൊരു സ്വർഗമുണ്ട്. നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ കുറ്റപ്പെടുത്തിയവരുടെ, നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച്, ആമേൻ ഹല്ലേലൂയ, നിന്റെ കുറവുകളെ പൊക്കിയെടുത്ത് നിന്നെ വേദനിപ്പിച്ചവരുടെ നടുവിൽ ഞാൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ മറന്നു പോകരുത്, നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെ ആരാധ്യരില്ല. ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ ആരുമില്ല പൈതലേ. അവൻ്റെ കരത്തെ മുറുകെ പിടിച്ചോ. യേശുവിൻ്റെ കരത്തെ ഇന്ന് പകൽ മുറുകെ പിടിച്ചോ. അവൻ നിന്നെ ഒരിക്കലും വിടത്തില്ല. നീ അവൻ്റെ കരത്തെ മുറുകെ പിടിച്ചാൽ യേശു നിന്നെ ചേർത്ത് പിടിക്കും. ശക്തിയോടെ എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നിന്നെ ചേർത്ത് ടൈറ്റായിട്ട് പിടിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. മനുഷ്യൻ നിന്നെ പലപ്പോഴും തള്ളിക്കളയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു അരുമരക്ഷകൻ ഇന്ന് പകലിൽ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. ആമേൻ. രോഗി പറയുക, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ആരുമില്ല എന്ന് പറയുന്ന എത്ര പേരെന്ന് കേൾക്കാൽ ഇത് കേൾക്കുന്നുണ്ട്? ആരുമില്ല എന്ന് പറയുന്ന ആമേൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതാ, അവനൊപ്പം പറയാൻ ആരുമേ ഇല്ല. അവനെപ്പോലെ വേറെ ആരുമില്ല.